നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ഇന്റർ മയാമി ലീഗ്സ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ ലിയോ മെസ്സി ഇല്ലാതെ കളിച്ച അവർ 2-1 വിജയിച്ചു കയറിയത് ടൈഗ്രസ് UANL പരാജയപ്പെടുത്തുമ്പോൾ ഇരട്ട ഗോളുകൾ ലൂയിസ് സുവാരസ് പെനാൽറ്റിയിലൂടെയാണ് നേടിയത്. മറുഭാഗത്ത് ടൈഗ്രസിന് വേണ്ടി ആംഹേൽ കൊറേയ, അർജന്റീൻ താരം ആംഹേൽ കൊറേയാണ് ഗോളടിച്ചത്. രണ്ട് ടീമിലുമായിട്ട് റോദ്രിഗോ ഡീബോളും ആംഹേൽ കൊറേയും കളത്തിൽ. മാസങ്ങൾക്ക് മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ രണ്ട് വ്യത്യസ്ത ടീമുകളിൽ എതിരാളികളായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി. മെസ്സി പരിക്ക് കാരണം കളിക്കാനുണ്ടായിരുന്നില്ല. ലൂയിസ് സുവാരസും റോദ്രിഗോ ഡീബോളും സെഗോവിയയും അലൻഡയും ചേർന്നുകൊണ്ടാണ് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ മറുഭാഗത്ത് ഇബാനസും കൊറേയും ചേർന്നുകൊണ്ടാണ് ടൈഗ്രസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 23-ാമത്തെ മിനിറ്റിലാണ് ലൂയിസ് സുവാരസിൻ്റെ ഗോളിലൂടെ ഇന്റർ മയാമി ലീഡ് എടുക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-0 അവർ മുന്നിലായിരുന്നു. അതേസമയം ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഹാവിർ മഷ്റാനോക്ക് റെഡ് കാർഡ് കിട്ടി. റഫറിയോട് മോശമായി സംസാരിച്ചതിനാണ് റെഡ് കാർഡ് കിട്ടുന്നത്. രണ്ടാം പകുതിയിൽ പിന്നീട് അദ്ദേഹം സ്റ്റാൻഡിലിരുന്നു കൊണ്ടാണ് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. കളി പുരോഗമിക്കവേ 67-ാമത്തെ മിനിറ്റിൽ ആംഹേൽ കൊറേയുടെ നല്ലൊരു ഗോൾ പിറക്കുന്നു. 1-1 സമനില. മത്സരം ആ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് 89-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി വീണ്ടും ലൂയിസ് സുവാരസ് വലയിലേക്ക് എത്തിക്കുന്നത്. മയാമി 2-1 മുന്നിൽ. പിന്നാലെ ടൈഗ്രസ് ഗോൾ മടക്കാനുള്ള ശ്രമം ഈ മയാമിയുടെ ഇരു പോസ്റ്റുകളിലും തട്ടി പുറത്തു പോകുന്ന അവിശ്വസനീയമായിരുന്നു. ഏതായാലും അവസാനം ആ അഗ്നി പരീക്ഷ മറികടന്ന് ഇതാ ഇന്റർ മയാമി ലീഗ്സ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.